ഹലോ യൂട്യൂബ്. സോ നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് അതിൻ്റെ അകത്ത് നോക്കണം, അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ ലാസ്റ്റ് വരെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മളപ്പോൾ ടയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടയറിൻ്റെ കാര്യം, നമ്മൾ രണ്ട് സൈഡിലും ടയർ നോക്കണം. ടയറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ടയറിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടെ 5 വർഷമാണുള്ളത്. ഇപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ നമ്മളിപ്പം നമ്മുടെ ടയറിലെ കട്ട ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം യഥാർത്ഥത്തിൽ കട്ടയുണ്ട്, പക്ഷേ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു പൊട്ടൽ പോലെ. അത് ടയറിൻ്റെ റബ്ബറിൻ്റെ ക്വാളിറ്റി 5 വർഷം നിൽക്കും. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ മാറണം. ഇപ്പോൾ ഓട്ടോയില്ല, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വണ്ടികളാണെങ്കിലും ടയറിൻ്റെ കണ്ടീഷൻ ഒരു 5 ഇയേഴ്സ് അത് നോക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മളിവിടെ നോക്കേണ്ടത് അതിൻ്റെ റിമ്മാണ്. റിമ്മെന്ന് പറയുമ്പോൾ ഇവിടെ അലൂമിനിയം റിമ്മാണ് വരുന്നത്, അലോയ്സ് വരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിലെന്തെങ്കിലും ബെൻഡോ കാര്യങ്ങളോ ഉണ്ടോ നോക്കണം. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. ടയറിൻ്റെ ഡേറ്റ് നോക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ 0918, ഈ 09 എന്ന് പറയുമ്പോൾ 09th week of 2018 എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. 0918 ഒരു 4 digit നമ്പർ ആണ് എല്ലാ ടയറിലും. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 9th week of 2018 എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നമ്മുടെ ലൈഫ് സേവറാണ്. കാരണം നമ്മുടെ ഡിസ്ക് ബ്രേക്സ് മിനിമം റീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് കാണും. അപ്പോൾ ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ ലൈഫ് കുറവാണ് എന്നാണ്. ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണും ഇപ്പം എൻ്റെ കുറവാണ്, പക്ഷെ കുഴപ്പമില്ല, ഇത് ഓടിക്കും. പിന്നെ ഇത് ABS റിംഗ് ആണ്. ABS റിംഗിൽ എന്തെങ്കിലും വളവോ കാര്യങ്ങളോ ഉണ്ടോന്നും നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മീറ്ററിൽ കാണാൻ പറ്റും, ABS ഫെയിലിയർ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ സസ്പെൻഷൻ. ഫ്രണ്ട് സസ്പെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ നോക്കണം. ഇപ്പോൾ ഓയിൽ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ റിംഗ് ആണ്. ആ റിംഗ് ബ്രേക്ക് ആയി കഴിയുമ്പോൾ ഇവിടെ ഓയിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഓയിൽ ഇല്ലാതാകുമ്പോൾ നമ്മുടെ രണ്ട് സസ്പെൻഷനിൽ ലോഡ് കൂടി കഴിയുമ്പോൾ ബ്രേക്ക് ആവും. പിന്നെ ഈ രണ്ട് സസ്പെൻഷൻ മാറ്റേണ്ടി വരും. അറൗണ്ട് 15,000 ആണെന്ന് തോന്നുന്നു സ്റ്റോക്ക് സസ്പെൻഷൻ്റെ റേറ്റ് വരിക. അപ്പം ഇത് നോക്കണം, ഇവിടെ എന്തെങ്കിലും ഓയിലുണ്ടോ ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി നോർമലി ഇവിടെ ഒരു ഓയിലും ഇവിടെ ഒരു സീലുമാണ്, ഒരു ഓയിലും ഇങ്ങോട്ട് താഴത്ത് വരുന്നില്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കൂളൻ്റ് നോക്കണം. വണ്ടിയുടെ കൂളൻ്റ് നോക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടി സ്ട്രെയിറ്റ് ആക്കി വെക്കുക. സ്ട്രെയിറ്റ് ആക്കി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു മാക്സിമം ലെവലുണ്ട്, മിനിമം ലെവലുണ്ട്, മിനിമവും മാക്സിമം. അതിൻ്റെ ഇടയ്ക്കായിട്ട് വേണം നമ്മുടെ കൂളൻ്റ് വയ്ക്കാൻ. കൂളൻ്റ് വേറെ വേറെ കളറിൽ നമുക്ക് വരും. മെയിൻലി മോട്ടോറിൻ്റെ ആണെങ്കിലും ഇവിടെ ഗ്രീനാണ് വരുന്നത്, അല്ലാതെ റെഡ് കളറും ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടികളിൽ. ബ്രേക്ക് ഫ്ലൂയിഡ് കാണാൻ പറ്റും. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അകത്തുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം, മിനിമം ലെവൽ ഇവിടെ കാണാം. നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ ഓയിലാണ്. ഇവിടെ നമുക്കിപ്പോൾ എഞ്ചിൻ സൈഡിലോട്ട് വരാം. ഓയിൽ, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. മെയിൻലി KTMൻ്റെ ബൈക്കുകളും പിന്നെ ബജാജിൻ്റെ വണ്ടികളിലും എനിക്ക് തോന്നുന്നു വാച്ച് ഗ്ലാസ് കാണും. യമഹയുടെ കാര്യത്തിൽ എനിക്ക് അറിയില്ല, അത് പറയാൻ കമൻറ്റ് ചെയ്യും. സോ ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആക്കുക വണ്ടി. നോർമലി ജസ്റ്റ് ഇവിടെ ചെറുതായിട്ട് നമ്മളൊന്ന് ബാലൻസ് ചെയ്തുമ്പോൾ അതിന് സ്ട്രൈറ്റ് ഒന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ട് മാക്സിമവും മിനിമവും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വേണം ഓയിൽ നിൽക്കാൻ. ഇവിടെ ഇപ്പം എൻ്റെ ഒരു മാക്സിമത്തിൻ്റെ അവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഒരു നോർമൽ ലെവലാണ്. ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 minutes ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻലി ഇത് ചെക്ക് ചെയ്തത്. നെക്സ്റ്റ് നോക്കുവാനുള്ള ഇവിടെ നമുക്ക് കാണാം ഇത് ഓയിൽ അപ്ഡേറ്റ് ആയി പോകുന്നതാണ്. ഓയിൽ സീൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ലീക്ക് ആവുന്നുണ്ട് ഇല്ലയോ. ലീക്ക് ആവുക എന്നുള്ളതാണെങ്കിലും ഇവന് ഇവിടെ ഒരു പോറിങ് കാണും. ഒന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നിങ്ങൾക്ക് നിൽക്കും. നെക്സ്റ്റ് ഒന്ന് നോക്കുള്ളൂ ഇതിൻ്റെ അകത്തെ ഇവിടെ ഹെഡ് ഗ്യാസ്കറ്റിൽ ലീക്ക് വരുന്നുണ്ടോ നോക്കാം. ഇവിടെ ലീക്ക് വരുന്നുണ്ട്. എൻ്റെ വണ്ടിക്ക് എല്ലാവരും ലീക്കിങ് ആണ്. ഓയിൽ ലീക്കിങ് ഒരു പ്രശ്നമാണ് ഗൈസ്. ഇവിടെ ലീക്കുണ്ട്, കാണാൻ പറ്റും. അവിടുന്ന് ഓയിൽ ലീക്കിങ് ചെറുതായിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയതാണ്. അറൗണ്ട് 300 സംതിങ് ആണ് ഹെഡ് ഗ്യാസ്കറ്റ് ചേഞ്ച് ചെയ്യാനുള്ള റേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു റിങ് വരും, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാം, ഇല്ലെങ്കിൽ അത് ഇതായിട്ട് അഫക്റ്റ് ചെയ്യില്ല. ജസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലെവൽ
ഞാൻ പല വണ്ടികളിലും കണ്ടിട്ടുണ്ട് ഗൈസ്. ഈ ഓയിൽ ലെവൽ എന്ന് പറയുന്ന കാര്യം ആരും ശ്രദ്ധിക്കുകയല്ല. ഇതിങ്ങനെ തന്നെ ഇട്ടേക്കും. ഇതിൻ്റെ അകത്ത് ഓയിൽ ലെവൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാറില്ല. ഇപ്പോൾ ഓയിൽ ലീക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓയിൽ ലെവൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വണ്ടി റൺ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരിക്കലും ഓയിൽ ലെവൽ ചെക്ക് ചെയ്യില്ല. അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല ഓയിൽ ലെവൽ. ചെക്ക് നോക്കിയോ? ഞാൻ വണ്ടി സ്ട്രേറ്റ് ആക്കി വെക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓയിൽ ലെവലുണ്ട്. കാണുന്നുണ്ട് ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാം ഓയിൽ ലെവലുണ്ട്. ഓയിലിൻ്റെ ലെവല് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഓയിൽ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. എല്ലാവരുടെയും വണ്ടികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓയിൽ ലെവൽ നോക്കുക. ഓയിൽ ലെവൽ നോക്കാതെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ബാക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ആണ്. ഇത് ജസ്റ്റ് ഒന്നെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സസ്പെൻഷൻ ഇവിടുന്ന് എന്തെങ്കിലും ഓയിലേക്ക് വരുന്നുണ്ടോ നോക്കാം. സസ്പെൻഷൻ ഇവിടുന്ന് ഓയിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സസ്പെൻഷൻ മാറാറായിട്ടുള്ളത് എന്നാണ്. അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ടൈമിങ് ചെയിനാണ്. ഇവിടെ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ നോക്കി. നോർമലി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു നോർമൽ സൗണ്ട് കാണാം. ഐഡിയലിൽ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നോർമലായിട്ടുള്ള സൗണ്ട്, ഒരു ടൈമിങ് ചെയിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. നോർമലി നമുക്ക് കേൾക്കാൻ പറ്റും. അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അത് പ്രശ്നം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിങ് ചെയിനിൻ്റെ സൗണ്ട് നമ്മൾ ഇവിടെ ടെൻഷനറുണ്ട്. ഈ സാധനം ഒരു ടെൻഷനറാണ്. നമ്മുടെ അകത്തെ ടൈമിങ് ചെയിൻ നമുക്ക് ഇവിടുത്തെ ചെയിൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഈ ചെയിനെ ലൂസാക്കാം, ടൈറ്റ് ചെയ്യാം. നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റും. പക്ഷേ ചെയിൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ടൈം ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയിൻ ലൂസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. സോ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി ഇത് ഓട്ടോമാറ്റിക് ചെയിൻ ടെൻഷനറാണ്. ഇവിടെ ചെയിനെ ഓൾറെഡി അതിങ്ങനെ അകത്തോട്ട് പുഷ് ചെയ്ത് തന്നെ വെക്കും. അതുകൊണ്ട് ആ പ്രോബ്ലം നമുക്ക് വരില്ല. സോ അതാണ് ഓട്ടോമാറ്റിക് ചെയിൻ ടെൻഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ അല്ലെങ്കിൽ ടൈം ചെയിൻ ഒരു KTMന്റെ കാര്യത്തിൽ ടൈം ചെയിൻ 40,000 കിലോമീറ്റേഴ്സ് ആണ് അവരുടെ ലൈഫ് പറയുന്നത്. 45 ഒക്കെ ആകുമ്പോഴേക്കും ടൈം ചെയിൻ ഓൾറെഡി മാറ്റുന്നതായിരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. സോ ടൈം ചെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൗണ്ട്, നോർമൽ സൗണ്ട് നിങ്ങൾക്ക് ചെയിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതല്ലാതെ ഒരു ടിക്ലിംഗ് സൗണ്ട് പോലെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കട്ട 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 കട അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ഇന്ന് കേൾക്കുവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കുക. ടോ ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് KTM സർവീസ് സെൻറ്ററിലോട്ട് കൊണ്ടുപോയി കാണിക്കുക. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടൈം ചെയിൻ ലൂസായി കഴിഞ്ഞാൽ ടൈമിങ് തെറ്റി അത് പിസ്റ്റൺ പോയി ഇതിലടിച്ച് സംഭവം പിന്നെ നിങ്ങൾക്ക് 40,000-40,000 രൂപയുടെ എഞ്ചിൻ പണി. അടുത്ത നമ്മൾ നോക്കുമ്പോൾ ബാക്ക് സൈഡിലും സെയിം നമ്മൾ നോക്കിയതുപോലെ തന്നെ നോക്കുക. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ബാറ്ററിയാണ്. ബാറ്ററി ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ബാറ്ററിൻ്റെ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മീറ്ററിൽ കാണാൻ പറ്റും. ഇവിടെ ലോ ബാറ്ററി ആണെങ്കിൽ ഇവിടെ ലോ ബാറ്ററി എന്ന് എഴുതി കാണിക്കും. പിന്നെ ബാൻഡിയുടെ സ്ലിപ്പും വാറന്റിയും ഒക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിന് KTMന്റെ കാര്യത്തിൽ വേറൊരു കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കിലോമീറ്റർ എത്രയാണ് പറയുന്നത്, ജെന്യുവൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഈ സർവീസ് സെന്ററിൽ കൊണ്ടുപോകാം. അവരപ്പോൾ ഈ എഞ്ചിൻ റീഡിങ് എടുക്കും. അവർ ജസ്റ്റ് ഈ ECU കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ECU ഇരിക്കുന്നത്. ECU കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കറക്റ്റ് എഞ്ചിൻ റീഡിങ് അറിയാൻ പറ്റും. വണ്ടിയുടെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് കറക്റ്റ് ജെന്യുവൻ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ മീറ്ററിൽ മാറ്റിയ വണ്ടിയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റുകയില്ല. പക്ഷേ KTMന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഡയറക്റ്റ് അവിടെ ഒരു മീറ്റർ ഉണ്ട്, അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് KTMന്റെ ഒരു ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ എയർ ബോക്സ് ആണ് വരുന്നത്. ഇവിടെ എയർ ബോക്സിൽ ക്രാക്ക് കാണാൻ ചാൻസ് ഉണ്ട്. ക്രാക്ക് വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇവിടെയാണ് നമ്മുടെ ഇൻടേക്ക് പൈപ്പ് വരുന്നത്, എയർ ഇൻടേക്ക് പൈപ്പ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലോട്ടാണ് വരിക. അപ്പം
ഇവിടുന്ന് എയർ വലിച്ച് ഇവിടെ ഫിൽട്ടർ വരും, ഇവിടെ ഫിൽട്ടറായി ഇതിൻ്റെ അകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്രാക്ക് വന്ന ടൈമിൽ എയർ വലിക്കുമ്പം ഇവിടുന്ന് എയർ വലിക്കും. സോ ഫിൽട്ടർ ഇവിടെ ക്രാക്ക് ഉള്ളത് കൊണ്ട് കാരണം തന്നെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള എയർ, അതായത് പുതിയ ഇതെല്ലാം കൂടി നമ്മുടെ വണ്ടിയുടെ എയർ ബോക്സിൻ്റെ അകത്ത് കയറി ഇവിടെ ത്രോട്ടൽ ബോഡിക്ക് അകത്ത് കയറി എഞ്ചിൻ്റെ ഷെഡിൻ്റെ അകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. സ്ക്രാച്ച് ആവും, പണി കിട്ടും. അപ്പോൾ അത് നിങ്ങളിവിടെ നോക്കുക. എൻ്റെ ഓൾറെഡി ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. ഞാൻ അത് കറക്റ്റായിട്ട് വെച്ച് ഒന്ന് ഫുള്ള് ബോഡി ഇളക്കി ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സേഫായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് നോക്കുക, ഇവിടെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള കാര്യമൊന്നും ഇല്ലെന്ന് തോന്നി. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബേസിക് കാര്യങ്ങളാണ്. ഇടയ്ക്ക് സൈഡിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചെയിൻ്റെ ടൈറ്റ്നസ് നോക്കുക, ചെയിൻ്റെ കണ്ടീഷൻ നോക്കുക. ഓരോ 500 കിലോമീറ്ററിനും ചെയിൻ ക്ലീൻ ചെയ്യുക, പീസ് വെച്ച് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഒന്നുകിൽ ഗിയർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതാ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഗിയർ ഓയിലായിരിക്കും ബെസ്റ്റ്. കാരണം കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 200 രൂപയ്ക്ക് നമ്മളിപ്പോൾ ഒരു ലൂബ് വാങ്ങിക്കുവാണെങ്കിൽ അതൊരു 4 to 5 times നമുക്ക് യൂസ് ചെയ്യും. അല്ലാതെ നമ്മളിപ്പം ഒരു 200 രൂപയ്ക്ക് ഒരു ഗിയർ ഓയിൽ വാങ്ങിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 500 ലിറ്റർ അല്ലെങ്കിൽ 500 ലിറ്റർ എബോ എന്തായാലും കിട്ടും ഗിയർ ഓയിൽ. അത് വാങ്ങിക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അത് നമുക്ക് എന്തായാലും ഒരു 10 times എക്സ്ട്രാ നമുക്ക് യൂസ് ചെയ്യാം മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ. സോ ഗിയർ ഓയിൽ ഒഴിക്കേണ്ട ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് നിങ്ങൾ ഒഴിക്കരുത്. ചെയ്ത് പുതിയ സംഭവങ്ങളും കയറി വന്ന് സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഡ്രോപ്പായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ എക്സോസ്റ്റ് ഫാൻ നോക്കണം നിങ്ങൾ. എക്സോസ്റ്റ് ഫാൻ ഇവിടെ ഓൺ ആവുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അറ്റ്ലീസ്റ്റ് ഒരു ടെമ്പറേച്ചർ അതിനകത്ത് കാണിച്ചത്. ടെമ്പറേച്ചർ അത്യാവശ്യം ഇവിടെ വരെ കയറി കഴിയുമ്പോൾ KTM ടൈപ്പിൽ എക്സോസ്റ്റ് ഫാൻ ഓൺ ആവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ABS-ൻ്റെ ഒരു ഓപ്ഷനാണ്. ഇതിപ്പോൾ വണ്ടി ഓണാക്കി നമ്മളിപ്പോൾ അനക്കാതെ വെക്കുന്നതുകൊണ്ടാണ് ABS ഇവിടെ കത്തി കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിക്കഴിയുമ്പോൾ ABS-ൻ്റെ ലൈറ്റ് ഇവിടെ ഓഫ് ആവും. അതാണ് ABS ലൈറ്റ് ഓൺ ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ABS വർക്ക് ആവില്ല, എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെന്നാണ് അർത്ഥം. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ സൈഡ് സ്റ്റാൻഡ് കാണിച്ചത് അതെ, ഇവിടെ ഒരു കോഷൻ്റെ ലൈറ്റ് കത്തിയേക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടേക്കുന്നുണ്ടാണ്. അതേപോലെ തന്നെ ഇവിടെ എഞ്ചിൻ ലൈറ്റ് ഉണ്ട്. ഇത് ഫ്യൂൽ ലോ ആണെങ്കിലും ഇവിടെ കോഷൻ ലൈറ്റ് എത്തും. ഇവിടെ എഞ്ചിൻ ലൈറ്റ് ഉണ്ട്. അത് വണ്ടി ഓടി കഴിയുമ്പോൾ എഞ്ചിൻ ലൈറ്റ് ഓഫ് ആവും. എഞ്ചിൻ ലൈറ്റ് കത്തി തന്നെ ഇരിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നാണ് അർത്ഥം എഞ്ചിൻ്റെ സൈഡിൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ അത്രയൊക്കെയാണ് നിൽക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ബേസിക് കാര്യം.